അപ്പോൾ ഞാനിന്നിവിടെ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്ന നോട്ടിൻ്റെ പേര് ഫയർമാൻസ് ചെയർ നോട്ട്. ഫയർമാൻസ് ചെയർ നോട്ട്. അപ്പോൾ ഈ ഫയർമാൻസ് ചെയർ നോട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിൽക്കുന്ന പേഷ്യൻറ്റിനെ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിലേക്ക് കയറ്റുവാനോ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ നിന്ന് താഴെ ഇറക്കുന്നതിനോ വേണ്ടിയാണ്. അപ്പോൾ ഇത് കെട്ടേണ്ട രീതി എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനായി നമ്മളൊരു അത്യാവശ്യം നല്ല സ്ട്രെങ്ത് ഉള്ളൊരു റോപ്പ് എടുത്ത് അതിൻ്റെ മിഡ് സെക്ഷനിൽ 2 ലൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. ഇതുപോലെ 2 ലൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഈ ലൂപ്പുകൾ ക്രിയേറ്റ് ചെയ്ത ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ മിഡ് സെക്ഷനിൽ കാണുന്ന റോപ്പിൻ്റെ മുകൾ വശത്ത് വേണം റൈറ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ ഈ എൻഡ് വരാൻ. അത് തന്നെ ലെഫ്റ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ ഈ എൻഡ് വരേണ്ടത് ഈ റോപ്പിൻ്റെ ബാക്ക് സൈഡിലും. അപ്പോൾ ഇതേപോലെ 2 ലൂപ്പ് ഉണ്ടാക്കിയ ശേഷം ഈ റൈറ്റ് സൈഡിലത്തെ ലൂപ്പ് ലെഫ്റ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടി എടുത്ത് ഈ ഹോളിൽ കൂടി ഈ റോപ്പ് നമ്മൾ പിടിക്കുക. അത് തന്നെ ലെഫ്റ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ റോപ്പ് റൈറ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ ഹോളിൽ കൂടിയും പിടിക്കുക. പിടിച്ച ശേഷം രണ്ടും വലിച്ച് ടൈറ്റ് ചെയ്യുക. ഇത്തരത്തിലൊരു നോട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഇനി നമ്മൾ ഈ 2 എൻഡിലുള്ള ലൂപ്പുകളിലെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്യണം. കാരണം ഈ 2 എൻഡുകളിലാണ് നമ്മൾ ഒരു വ്യക്തിയെ ഹാങ് ചെയ്ത് മുകളിലേക്ക് കയറ്റുകയോ ഇറക്കുകയോ ചെയ്യുന്നത്. അപ്പോൾ അതിനായി റൈറ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ ലെങ്ത്ത് 1/2 to 1 മീറ്റർ ആയിരിക്കണം. ഓൾമോസ്റ്റ് 1/2 to 1 മീറ്റർ ലെങ്ത്ത് ഉണ്ടായിരിക്കണം. അത് തന്നെ ലെഫ്റ്റ് സൈഡിലത്തെ ലൂപ്പിൻ്റെ ലെങ്ത്ത് ഈ സൈഡിലെടുത്തതിൻ്റെ ഡബിൾ ആയിരിക്കണം. അതായത് ഇവിടെ ഒരു 1 മീറ്റർ എടുത്താൽ ഇവിടെ 2 മീറ്റർ, അതിനനുസരിച്ച് ഡബിൾ ആക്കി കൊടുക്കണം നമ്മൾ ഇതിൻ്റെ ലെങ്ത്ത്. ലെങ്ത്ത് നമ്മൾ ഇൻക്രീസ് ചെയ്ത ശേഷം ഈ 2 റോപ്പുകൾ തമ്മിൽ വീണ്ടും ഒരു ലൂപ്പ് ഉണ്ടാക്കി ഈ റോപ്പിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടി എടുക്കുക. ഈ റോപ്പുകൾ തമ്മിൽ അഴിഞ്ഞു പോവാതിരിക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഇതുകൂടി ആയാൽ ഫയർമാൻസ് ചെയർ നോട്ട് ഇവിടെ കംപ്ലീറ്റ് ആയി. അപ്പോൾ ഈ വലിയ സൈഡ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലത്തെ ലെങ്ത്ത് ഇൻക്രീസ് ചെയ്ത ഈ റോപ്പിൻ്റെ സൈഡിൽ ഒരു വ്യക്തിയുടെ ചെസ്റ്റ് ഭാഗം ഹാങ് ചെയ്യുക. അത് തന്നെ ഓപ്പോസിറ്റ് സൈഡിൽ ലെഗിൻ്റെ അടിയിൽ വെച്ചതിന് ശേഷം നമുക്കൊരു വ്യക്തിയെ ഹാങ് ചെയ്ത് ഒരു ബിൽഡിങ്ങിന് മുകളിലേക്കോ താഴേക്കോ എമർജൻസി സിറ്റുവേഷനിൽ ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ, താങ്ക് യു.